ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഏപ്രിൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിനെയൊക്കെ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ കമൻറ്റ് ചെയ്യുമ്പോൾ, ലൈക്ക് ചെയ്യുമ്പോൾ, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റീഡിങ്സ് ഒക്കെ റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യണത് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ ആൻഡ് കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ ആൻഡ് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ എന്നെ കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് ഞാൻ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അയച്ചു തരാം. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൽ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്, അതിവിടെ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും നിങ്ങളുടെ സോഡിയാക് സൈനിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യാം. എൻ്റെ ഹാൻഡിൽ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെയും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട്. അതല്ലാണ്ട് എൻ്റെ ഒരു ചാനൽ മെമ്പർഷിപ്പ് ഉണ്ട്. ചാനലിൻ്റെ മെമ്പർ ആവുക ആൻഡ് നിങ്ങൾക്ക് കുറേ പ്രിവിലേജസ് കിട്ടും. ചാനൽ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. നോൺ മെമ്പേഴ്സിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം മെമ്പേഴ്സിനാണ് ആദ്യം വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നത്. ആൻഡ് അതല്ലാണ്ട് ബോണസ് റീഡിങ്സ് ഉണ്ടാവുമ്പോൾ മെമ്പേഴ്സിന് മാത്രമാണ് അത് അവൈലബിൾ ഉള്ളൂ. നോൺ മെമ്പേഴ്സിന് അത് അവൈലബിൾ അല്ല. അപ്പോൾ ഈ പ്രിവിലേജസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ മെമ്പർ ആവുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ജെമിനൈ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് എന്താണ് മന്ത്ലി ഏപ്രിൽ മെസ്സേജസ് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനൈ നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ ഓവറോൾ എനർജി കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് കിങ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ കറണ്ട് ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയിൽ ടവർ. നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ എനർജി ഫൂൾ. നിങ്ങളുടെ ചാലഞ്ചായിട്ട് കാണുന്നത് നമ്മൾ മൂന്നാണ്. നിങ്ങളുടെ അഡ്വൈസ് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ലവേഴ്സ് എനർജിയാണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാർഡ്. അപ്പോൾ ജെമിനൈ ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ഫയർ സൈൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങളൊരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസിൻ്റെ എനർജിയാണ്. പക്ഷേ കിങ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ എനർജി ആണെച്ചാലും കുറേ പാഷനറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. ആക്ഷൻ എടുക്കണ പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി എനർജിയാണ് കാണുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസ്. അതല്ലാണ്ട് ഇവിടെ 9 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ എവിടെയോ ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. നിങ്ങളും ഈ പേഴ്സൻ്റെ കൂടെ പറഞ്ഞ ഒരു ഫ്യൂച്ചർ ഉണ്ടെച്ചാൽ ഇവിടെ ഒരു പേഴ്സണ് കമ്മിറ്റ്മെൻറ്റിൻ്റെ പേടിയുണ്ട്. അത് നിങ്ങളായിരിക്കാം, അവരായിരിക്കാം. പക്ഷേ ഇവിടെ കുറേ അബണ്ടൻസ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഇതൊരു വേറെ പേഴ്സൻ്റെ എനർജിയാണ് വെച്ചാൽ, ഇത് നിങ്ങളുടെ എനർജി ആണെച്ചാലും നിങ്ങളുടെ ലൈഫിൽ കുറേ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, കുറേ പേഴ്സണൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ ഞാനിവിടെ കാണുന്നുണ്ട്, ഒരു ഫാമിലി ലൈഫ്, അങ്ങനത്തെ ഫ്യൂച്ചർ ഉണ്ട്. പക്ഷേ എവിടെയോ നിങ്ങൾക്കൊരു ഉള്ളിൽ നിങ്ങളുടെ മനസ്സിലൊരു പേടി ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഈ മാസം അതുമാതിരി ഒരു സക്സസ് കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബ്ലോക്സ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഒരു പേടി, എന്നുവെച്ചാൽ ഒരു ഡിസിഷൻ എടുക്കാൻ പേടി, അതാണ് ഞാനിവിടെ കാണുന്നത്. പക്ഷേ നമ്മൾക്ക് ബാക്കിയുള്ള കാർഡ്സ് നോക്കാം എന്താണെന്ന്. കിങ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് ഒരു എക്വേരിയസ് എനർജിയാണ്. പക്ഷേ ഇതൊരു കുറേ പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ എനർജിയും ആവാം. എംപറർ ഉണ്ട് ഇവിടെ, ഏരീസ് എനർജി. അപ്പോൾ എവിടെയോ
പാസ്റ്റിൽ ഞാൻ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. ഇതൊരു ജോലിയുടെ കാര്യത്തിലായിരിക്കാം. നിങ്ങൾക്കൊരു ജോലിയുടെ ഓഫർ വന്നു, അതല്ല ആരോ നിങ്ങൾക്കൊരു ബിസിനസ് ഓഫർ തന്നു, അങ്ങനെയും ആവാം. പക്ഷേ ഇവിടെ എന്തോ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്. ഓക്കെ, ഇത് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇവിടെ രണ്ടാൾക്കാരെ കാണാണ്ട്. എംപറർ ഒരു പേഴ്സണാണ്, കിങ് ഓഫ് സോർഡ്സ് വേറെ പേഴ്സണാണ്. അപ്പോൾ മേ ബി നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ടായിരുന്നു രണ്ടാൾക്കാരുടെ ഇടയ്ക്ക്. അതല്ലച്ചാൽ എവിടെയോ ഇവിടെ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് അതൊരു പുതിയ ബിഗിനിങ് മാതിരിയാണ് ഞാൻ കാണുന്നത്. ഒരു നല്ല ബ്രേക്ക്, ഒരു നല്ല പുതിയൊരു ബിഗിനിങ് ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, പക്ഷേ ഈ മാസം കുറച്ചൊരു ഇവിടെ ഒരു എൻഡിങ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ടവർ ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്, ഒരു വലിയ ചേഞ്ച് വരണ എനർജിയാണ്, ഒരു വലിയ മാറ്റം വരാൻ പോണ എനർജിയാണ്. ഈ മാറ്റം പെർമനൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ചേഞ്ച് വരണത് ഒരു പെർമനൻറ്റ് ചേഞ്ചാണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, ജോലിയുടെ കാര്യത്തിലായിരിക്കാം. ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റിൽ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വന്നു. ആൻഡ് കറണ്ട് എനർജിയിലും കാണുന്നത് പുതിയ ചേഞ്ചസ് ആണ്. അപ്പോൾ എന്തെങ്കിലും പഴയ കാര്യം അയച്ചാലും ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. നല്ല സ്റ്റേബിൾ ബിഗിനിങ് ആണ്. നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാണ് വെച്ചാൽ ഒരു പുതിയ ജോബ് ഉണ്ടാവും. ഒരു റിലേഷൻഷിപ്പിലും ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു മെസ്സേജ് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആരോ ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പേഴ്സൻ്റെ കൂടെ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെയും ഞാൻ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഫുൾ എനർജിയിലാണ്, എക്വയറിയസ് എനർജി. ഫ്യൂച്ചറുടെ എനർജി നിങ്ങൾ ബോൾഡായി ഡിസിഷൻസ് എടുക്കണു, മുമ്പോട്ട് പോകണു, ഒരു റിസ്ക് എടുക്കണു. 9 ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. കുറേ സ്ട്രെസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു പേടിയുണ്ട് നിങ്ങൾക്ക്, അത് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ശരിയാണോ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ നിങ്ങളുടെ മനസ്സിൽ സ്ട്രെസ് ഉണ്ട്. പക്ഷെ ഞാനിവിടെ കാണുന്നത് അതും ഒരു കുഴപ്പമില്ലാണ്ട് മുമ്പോട്ട് പോകണു. എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തോ പാസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടിട്ട് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 3 ക്യാൻസർ എനർജി. അപ്പോൾ ഇവിടെ ചാലഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ ഇല്ല ഫിയർ, ആങ്സൈറ്റിയുടെ കാരണം നിങ്ങൾക്ക് കുറേ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല ഈ മാസം. നിങ്ങൾക്ക് ബോൾഡായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഈ നിങ്ങളുടെ മനസ്സിൽ കുറേ ഒരു ഇല്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യണത്. ആൻഡ് ആ ഇല്യൂഷൻ ചിലപ്പോൾ ശരിയാവില്ല. നിങ്ങൾ ബിലീവ് ചെയ്യണ കാര്യം ഒന്നായിരിക്കും, നിങ്ങളുടെ റിയാലിറ്റി വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വഴിയുണ്ട്. പറഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് കുറച്ചൊരു ഷുവർ ആവില്ല നിങ്ങളുടെ ഡിസിഷൻസിൽ. അപ്പോൾ 8 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ വർക്കാണ്, ജോലിയുടെ എനർജിയാണ്, കരിയറുടെ എനർജിയാണ്. ഈ കാര്യം നിങ്ങളുടെ കരിയർ ഡിസിഷനെ കുറിച്ചായിരിക്കാം. ഇവിടെ ഒരു സെലിബ്രേഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എവിടെയോ നിങ്ങൾക്കൊരു പേടിയുണ്ട്, അത് നിങ്ങൾ എടുക്കാൻ പോണ ഡിസിഷൻ അതല്ല നിങ്ങൾ എടുത്ത ഡിസിഷൻ ശരിയാണോ എന്ന്. നിങ്ങളുടെ അഡ്വൈസ് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് അഡ്വൈസ്? യൂണിവേഴ്സ് നിങ്ങളോട് ആ പുതിയ ബിഗിനിങ് എടുക്കാനാണ് പറയണത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ സംശയം ഉണ്ട് വെച്ചാലും യൂണിവേഴ്സ് പറയണത് പുതിയ എനർജിയിലേക്കാണ് പോകാൻ പറയണത്. പഴയത് ഇപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ പുതിയ എനർജി വരാൻ സമയമായിരിക്കണം. ഇത് നിങ്ങളുടെ ലവ് ലൈഫിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, ജോലിയിലായിരിക്കാം. എന്തായാലും ഇവിടെ യൂണിവേഴ്സ് പുതിയ എനർജീനെയാണ് ഫേവർ ചെയ്യണത്. ആൻഡ് നിങ്ങളോട് ആ എനർജിയിലേക്ക് പോകാനാണ് പറയണത്. ലവേഴ്സ് ഇവിടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ചോയ്സ് കാണാണ്ട് നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് റിലേഷൻഷിപ്പ് ചോയ്സാണ്. അങ്ങനെ ആണെച്ചാലും ഞാൻ പറഞ്ഞ മാതിരി പുതിയ എനർജിയിലേക്കാണ് പോകാൻ പറയണത്. പഴയത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അത് കഴിഞ്ഞു. ഇപ്പോൾ വരാൻ പോണ എനർജിയിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകണത്. 2 ഓഫ് പെൻറ്റിക്കിൾസ്, 3 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസിന് നിങ്ങൾ 3ലേക്ക് പോകണു. അതൊരു പ്രോഗ്രസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി എന്തോ പ്രോഗ്രസ് ചെയ്യണോ. നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ കുറേ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കുറേ ഡൗട്ട്സ് ഉണ്ട് അതിനെക്കുറിച്ച്. പക്ഷേ മുമ്പോട്ട് പോവുക, അതാണ് ഇവിടെ മെസ്സേജ് ഉള്ളത്. പിമ്പാത്തല്ല പോകേണ്ടത്, നിങ്ങൾ മുമ്പോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നതും അങ്ങനെ ആയിരിക്കണം, മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്, പിമ്പാത്ത് പോകാനല്ല. ഓക്കെ, അപ്പോൾ ഔട്ട്കം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്
ടെമ്പറൻസ്, ബാലൻസ്ഡ് എനർജി, ഹീലിംഗ്ഡ് എനർജി, സാജിറ്റേറിയസ് എനർജിയാണിത്. ക്വീൻ ഓഫ് കപ്സ്, ഇവിടെ ഒരു പൈസീസ് ക്യാൻസർ സ്കോർപ്പിയോ എനർജി ഉണ്ട്. 2 ഓഫ് വാൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം എന്തോ ഒരു വലിയ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. ഈ ഡിസിഷൻ കുറച്ചൊരു കൺഫ്യൂസിങ് ഡിസിഷൻ ആയിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ 2 ഓഫ് വാൻസിൽ തന്നെയാണ് നിൽക്കണേ. ആ ഒരു ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ പോവാണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കണു. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ നല്ല പോലെ പ്ലാൻ ചെയ്യുക, എല്ലാം കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം മുമ്പോട്ട് പോവാം. ഈ മാസം നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റില്ല വെച്ചാലും കുറച്ച് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ തീരുമാനം എടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ. ആൻഡ് ഇവിടെ പുതിയ ബിഗിനിങ്സ് കുറേ ഉണ്ട്. അപ്പോൾ പുതിയ ബിഗിനിങ്സിലേക്ക് പോകാനാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് ഉള്ളത്. 10 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ലൈഫിൽ കുറേ ഹാപ്പിനെസ് വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ഡെഫിനറ്റ്ലി എന്തോ എൻഡ് ചെയ്തിട്ടാണ് പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംശയം. അത് ഈ എൻഡായ കാര്യം, ഈ കഴിഞ്ഞ കാര്യം, അതിലേക്ക് തിരിച്ചു പോകണോ പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണോ, അതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്. പക്ഷേ ഇവിടെ പുതിയതിനാണ് യൂണിവേഴ്സ് എൻകറേജ് ചെയ്യണേ. ഓക്കെ. പുതിയ എനർജിയിലേക്കാണ് പോകാൻ പറയണത്. അപ്പോൾ എന്താണ് ഇവിടെ ഓറക്കിൾ മെസ്സേജ് നിങ്ങളുടെ? അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, അക്വേറിയസ്, ഏരീസ് ഉണ്ട്, സ്കോർപ്പിയോ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഇവിടെ സക്സസ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോണത് എല്ലാം സക്സസ്ഫുൾ ആവും, പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ആക്ഷൻ എടുക്കുക, നല്ല പോലെ പ്ലാൻ ചെയ്തിട്ട് വേണം ആക്ഷൻ എടുക്കാൻ. ആൻഡ് ആ ഒരു ധൈര്യത്തോട് മുമ്പോട്ട് പോവുക. എന്നുവെച്ചാൽ അതെല്ലാം സക്സസ് ആവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ജെമിനായി, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് പറയാതെ എങ്ങനെ റെസനേറ്റ് ആയിയെന്ന്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ അതും അവൈലബിൾ ആണ്. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും ഒരു പുതിയ റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.